ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല പ്രവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പെടുവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിനുള്ളവർ ആകുന്നു. ദൈവമേ, അങ്ങന്റെ ദൈവം അധികാരത്തിനാണ് അങ്ങേ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം അങ്ങേക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം അങ്ങേക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ അവിടുത്തെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അനുഗ്രഹപ്രദമായിരിക്കുന്ന ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതവേളയെ ഓർത്ത് അടിയങ്ങൾ നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരുമുൻപിൽ സമർപ്പിക്കാനുമായി അങ്ങ് നൽകിയ വിലയേറിയ അവസരത്തെ ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ കർത്താവെ, എത്രയോ പേർക്ക് ലഭിക്കാതെ പോയ ഈ ഒരു മഹൽ ഭാഗ്യമാണ് പാപികളും ദോഷികളുമായ അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയിരിക്കുന്നതെന്ന് അടിയങ്ങൾ അറിയുന്നു. കർത്താവെ, ഞങ്ങൾ ആയിരിക്കുന്നതായിട്ടുള്ള സമയം മുഴുവനും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും കൂടെ തന്നെ കർത്താവെ അവിടുത്തെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് പങ്കെടുക്കുന്ന അവിടുത്തെ മക്കളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവർ ആയിരിക്കുന്നതായിട്ടുള്ള സ്ഥലങ്ങളിൽ ദൈവീക സാന്നിധ്യത്തെ അനുഭവിപ്പാൻ, കർത്താവെ അവിടുത്തെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മകൾ പ്രിയ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ 30, 60, 100 മേനിഫലം ഉളവാക്കുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വേദനയിൽ ആയിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഒരു സൗഖ്യം നൽകുവാൻ, രോഗ അവസ്ഥയിൽ കഴിയുന്നവർക്കുടെ ജീവിതങ്ങളിൽ ഒരു സൗഖ്യത്തെ പ്രദാനം ചെയ്യുവാൻ അങ്ങ് ഇടയാക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. അവസാനത്തോളം അവിടുത്തെ കൃപകളാൽ അങ്ങ് നിറയ്ക്കണം. സകലമാനവും മഹത്വം അങ്ങേക്കായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 3-ാമത്തെ ഗീതം നമുക്ക് ഏവർക്കും ചേർന്ന് ആലപിക്കാം. 3-ാമത്തെ ഗീതം. Namaskar.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിലിധാനികൾ 3-ാം പുറം 1-ാം ഭാഗം. സ്തുതിലിധാനികൾ 3-ാം പുറം 1-ാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുക്കുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായുള്ളവരെ, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥനയോടുകൂടെ എത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. ഇവിടെ നിശ്ചയമായി ദൈവഭവനവും സ്വർഗവാതിലുമുണ്ട്. നമുക്ക് ആശ്വാസവും സന്തോഷവും സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനവും ഇവിടെ വെച്ച് നൽകുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ വെച്ച് തിരുവചനവും വിശുദ്ധ സാക്രമന്തങ്ങളും മുഖാന്തരം ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നാം കേൾക്കുന്നുവല്ലോ. ഇങ്ങനെ നമ്മെ സമീപിച്ചിരിക്കുന്ന ദൈവത്തോട് നാം അണഞ്ഞു ചെന്ന് നമ്മുടെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത് യോഗ്യവും ന്യായവും ആകുന്നു. എന്നാലും നാം പാപം ചെയ്തു പോയിട്ടുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധ സന്നിധിയിൽ നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരുമാണെന്നോർത്ത് പരമാർത്ഥമായ അനുതാപത്തോടെ നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുചൊല്ലാം. 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥന. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ അങ്ങയുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചു നീരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയത്തിലെ വിചാരങ്ങളെ മോഹങ്ങളെ അനുസരിച്ച് ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പനകൾ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, അവൻ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ക്ഷമിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപ ഹൃദയങ്ങളോടെ അങ്ങിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾ അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങളിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചന നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവിക്കേണ്ടതിന് സഹായിക്കണമേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിത പുതുക്കത്തിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമുക്ക് നൽകിയതായ പാപക്ഷമയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്രം നമുക്ക് ചേർന്ന് ചൊല്ലാം. 14-ാം പുറത്തിൽ കാണുന്ന പൊതുവായ സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായി ആർദ്രതയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിച്ചൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിന് അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സങ്കീർത്തനങ്ങൾ 15. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? നാവ് കൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. നമുക്ക് ചേർന്ന് ചൊല്ലാം. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ പോവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പഴയ നിയമ വേദഭാഗം രൂത്ത് 2-ാം അധ്യായം 1 മുതൽ 18 വരെ. രൂത്ത് 2-ാം അധ്യായം 1 മുതൽ 18 വരെ. നൊവോമിക്ക് തന്റെ ഭർത്താവായ എലീമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവസ് എന്നു പേർ. എന്നാൽ മോവാബിൽ സ്ത്രീയായ രൂത്ത് നൊവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവസ് ബെത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോട് പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നൊവോമിയോട് കൂടെ വന്ന മോവാബി യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എന്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കഴുകി ചെന്ന് ബാല്യക്കാർ കോരി വെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുൻപേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്ന് വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം, കഷ്ണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്ന് തൃപ്തയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തന്റെ ബാല്യക്കാരോട്,
അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പരായവം ഉണ്ടായിരുന്നു. അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കിക്കൊണ്ട് വന്നത് അമ്മാവിയമ്മ കണ്ട് താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. ഈ ആഴ്ചയുടെ വേദഭാഗങ്ങൾ ദൈവമേ സമർത്ഥി അന്റേക്കുമാറാകട്ടെ. ആമേൻ. വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം 9-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 36 മുതൽ 43 വരെ. യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്ന പേരുള്ള ശിക്ഷ ഉണ്ടായിരുന്നു. അവൾ വളരെ സത്പ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു. നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവന്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ടും തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ ഉപായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞ് തബീഥയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ കൈകൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ച് അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി. ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി. പലരും കർത്താവിൽ വിശ്വസിച്ചു. പിന്നെ അവൻ തോൽ കൊല്ലക്കാരനായ ശീമോൻ എന്ന ഒരുത്തനോടുകൂടി വളരെ നാൾ യോപ്പയിൽ പാർത്തു. ഇവിടെ വായിച്ചു കേട്ട തിരുവചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു. ശീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനായിലെ നദനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശീമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതു ഭാഗത്തേക്ക് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി
കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 183 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തിരിഞ്ഞില്ല. യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വിശ്വാസം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. ആരാധനക്രമം 22-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ. ആരാധനക്രമം 22-ാം പുറം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ പാലിക്കപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മനുഷ്യരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ നിലവിലാളുകളെ നമുക്ക് നടക്കാം. ഒരനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ദേവാലയത്തിന്റെ ഉള്ളിലായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, വ്യത്യസ്ത ഭവനങ്ങളിലായിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് വലിയ അവസരത്തെ തന്നിരിക്കുമ്പോൾ നമ്മുടെ അതിരങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മോടൊപ്പം കൂടെ നടക്കുന്ന ദൈവം. ആ ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ള അവസ്ഥകളെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യർ മുഖത്തെ കാണുമ്പോൾ ഹൃദയത്തെ അറിയുന്ന, ജീവിതത്തിന്റെ യഥാർത്ഥ അവസ്ഥകളെ അറിയുന്ന ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിനയപ്പെടുത്താം. നമ്മുടെ ഇന്നത്തെ ഈ ശുശ്രൂഷയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതുവരെയും ദൈവത്തിന്റെ കൃപ പകർന്നു. തുടർന്ന് നമ്മൾ കേൾക്കേണ്ടുന്ന വചനത്തെ ദൈവം അനുഗ്രഹിച്ച് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ, എല്ലാവരും ശക്തിപ്പെടുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും ക്ഷീണങ്ങളുടെയും രോഗത്തിന്റെ അനുഭവത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഇന്നത്തെ ആരാധന അവരുടെ ജീവിതങ്ങളിൽ ഒരു വിടുതലായി തീരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടും നടക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ഡൽഹി റീജിയണൽ മിഷനെ നമുക്ക് ഓർമ്മിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ബോർഡ് ഫോർമേഷനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഡയോസിസിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന എല്ലാ ശുശ്രൂഷകളെയും, എല്ലാ ശുശ്രൂഷകരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന എല്ലാ ആരാധനകളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമാവുന്ന ആവശ്യങ്ങളെ, നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങളെ, നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെ എല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അപ്പൊ അവരനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ദിവസം കാണുവാൻ
ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പന്റെ സന്നിധിയിലേക്ക് എടുത്തു വന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ, ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ തന്നിരിക്കുന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചപ്പെട്ട കാലം ഞങ്ങളുടെ ജീവിതത്തിന്റെ യാത്രകളിൽ അവിടുന്ന് നൽകിയ കരുതലുകൾക്കായി, അവിടുത്തെ അർഹതയില്ലാത്ത കരുണകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ഈ ആരാധന അവിടുന്ന് സ്വീകരിക്കണമേ, ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആരാധനയുടെ ഈ നിമിഷം വരെയും അവിടുത്തെ കൃപ പകർന്നതിനായി സ്തോത്രം. ആരാധന നടത്തുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനത്തെ ഞങ്ങൾക്കായി അനുഗ്രഹിച്ച് നൽകുന്നതിനായി സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങളുടെ CSA വെസ്റ്റ് ഡൽഹി മലയാളം കോൺഗ്രിഗേഷനെ എന്നയോളം അവിടുന്ന് പരിപാലിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ കൃപ അധികമായി അനുഭവിക്കുവാൻ, അങ്ങയുടെ ശുശ്രൂഷയിൽ അങ്ങയുടെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇപ്പോൾ വ്യത്യസ്തങ്ങളാവുന്ന സ്ഥലങ്ങളിലായിരുന്നു ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കണമേ, എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അവിടുന്ന് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ഭവനത്തിന്റെ കട്ടളമേലും കുറുപിടിമേലും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രയിട്ടതുപോലെ അവിടുത്തെ പരിശുദ്ധ രക്തം സകല പാപങ്ങൾക്കും സകല രോഗങ്ങൾക്കും മതിയായ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് മുദ്രയിട്ട് അവിടുന്ന് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അച്ഛനായി കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിച്ച് അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഇപ്പോൾ ക്ഷീണാവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ്, നിങ്ങൾ സഭയായി പ്രിയപ്പെട്ട അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം അങ്ങ് നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ശ്രദ്ധ വെച്ച് കേട്ട് ഉത്തരം നൽകുന്ന യേശുവേ, അവിടുത്തെ കരം ഇപ്പോൾ തന്നെ അങ്ങ് നീട്ടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ചുമയുടെ ബുദ്ധിമുട്ടുകൾ, മറ്റെല്ലാ ശാരീരിക അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ അവിടുന്ന് സൗഖ്യം നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവെ, മറ്റ് മിഷണറി സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ അങ്ങ് സഹായിക്കണമേ. പ്രൊഫസറിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കഴിഞ്ഞ നാടുകളിൽ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു, അവിടെ നൽകിയിരിക്കുന്ന സൗഖ്യത്തിനായി സ്തോത്രം. അവിടുന്ന് ബലവും ശക്തിയും നൽകി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിശാസാറിനായി പ്രാർത്ഥിക്കുന്നു. ക്ഷീണാവസ്ഥയിലായിരിക്കുമ്പോൾ അങ്ങ് ബലവും ശക്തിയും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെ അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ വചനത്താൽ അങ്ങ് മുദ്രയിട്ട് പരിപാലിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അഡ്മിറ്റ് ആയിരുന്നു, അവിടെ നൽകി വരുന്ന സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഷുഗർ എല്ലാം കൺട്രോളായി തീരുവാൻ അവിടെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരഫലത്തെ എല്ലാം അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സെൽവരാജ് എന്ന പ്രിയപ്പെട്ട പിതാവിനായി പ്രാർത്ഥിക്കുന്നു. വീഴ്ചയുടെ ആധിക്യത്താൽ കർത്താവെ ആശുപത്രിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ സൗഖ്യമാക്കുന്ന കരം അങ്ങ് നീട്ടി അവിടെ അനുഗ്രഹിക്കണമേ. ഔഷധങ്ങൾ എത്ര വേഗം തന്നെ കർത്താവ് ഉണങ്ങുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നാടി ഞരമ്പുകള് അസ്ഥിമജ്ജകളെ എല്ലാം അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവരെയും അവിടെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലാരിഷ്ടതകളിൽ നിന്നെല്ലാം അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. കർത്താവ്, എല്ലാ കുഞ്ഞുങ്ങളും ദൈവികമായ പരിജ്ഞാനത്തിൽ വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരുന്ന എല്ലാ സാഹചര്യങ്ങളെ അവിടുന്ന് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നടക്കുവാൻ, അങ്ങയുടെ വചനത്തിന്റെ ശിക്ഷണത്തിൽ വളരുവാൻ അവിടെ എല്ലാവരെയും അവിടെ എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പാപത്തിന്റെ ബന്ധനങ്ങളായിരിക്കുന്നവരെ അവിടെ വിമോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബന്ധനങ്ങളായിരിക്കുന്നവരെ അവിടെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സിന്ധു എന്ന മാതാവിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആശ്വാസവും ബലം നൽകി അനുഗ്രഹിക്കണമേ. അച്ഛനെ നമ്മൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റ് ഭാരങ്ങളിൽ പ്രയാസങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവെ, വാർദ്ധക്യ സഹജമാകുന്ന ബലഹീനതാവസ്ഥയിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, വേർപാടിന്റെ ദുഃഖങ്ങളിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഭക്ഷണമില്ലാതെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തീകരിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശേഷിച്ച് ഞങ്ങളുടെ കർത്താവെ, CSA ഡൽഹി റീജിയൻ മിഷനായി പ്രാർത്ഥിക്കുന്നു. നാളുകൾ ശുശ്രൂഷകൾ നടന്നു വരുന്ന 5 ഫീൽഡുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ആരാധന നടക്കുന്ന മായാവിധിക്കായി റീപ്ലേസിനായി പ്രാർത്ഥിക്കുന്നു. 2 ഫീൽഡുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകരെ ശക്തീകരിക്കണമേ. ദൈവജനത്തെ അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എല്ലാ വിശ്വാസികൾക്കായി സ്തോത്രം. അവരുടെ കർത്താവ് ജീവിതം ഓരോ ദിവസവും വിശ്വാസത്തിൽ ബലപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വിശേഷിച്ച് ഞങ്ങളുടെ കർത്താവ് ബോർഡ് ഫോർമേഷനായി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിനുള്ളിലും പുറത്തുമായി നടന്നു വരുന്ന എല്ലാ ശുശ്രൂഷയിലും അങ്ങയുടെ കൃപ പകർന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ സ്പോൺസേഴ്സിനായി, എല്ലാ വോളണ്ടിയേഴ്സിനായി, എല്ലാ ഓഫീസിലെ പ്രവർത്തകർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മിഷൻ പ്രൊമോട്ടേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകർക്കായി സ്തോത്രം, എല്ലാ കഥാൽമായർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് അവിടെ ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടും ഞങ്ങളുടെ ലോകവും കർത്താവ് ഈ കോവിഡ് മഹാമാരിയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ കൃപയും സാന്നിധ്യവും പറഞ്ഞ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സൗഖ്യമാകുന്ന കരം അങ്ങ് നീട്ടി അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മോഹൻ സാറിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം അവിടുന്ന് ശക്തീകരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന സാറിനായി, പ്രിയപ്പെട്ട സഹോദരനായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെയും കുടുംബങ്ങളെയും അവിടുന്ന് സംരക്ഷിച്ച് അവിടെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടെ അനുഗ്രഹിച്ച് ആശീർവദിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തലമുറകൾക്ക് വേണ്ടി ഭാരത്തോടെ ആയിരിക്കുന്ന കുടുംബങ്ങൾക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്കായി സ്തോത്രം, അവിടുന്ന് തക്കതായിട്ടുള്ള തുണകളെ അവിടുന്ന് ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ പാർക്കുന്ന ഡൽഹി പട്ടണത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ഭരണകർത്താക്കൾക്കായി സ്തോത്രം. കർത്താവേ, നിർണായകമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അവിടുത്തെ മക്കളെ അങ്ങ് ശക്തീകരിച്ച് അങ്ങ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്നുള്ള എല്ലാ നിമിഷങ്ങളിലും അവിടുത്തെ കൃപയും സാന്നിധ്യവും നൽകി അനുഗ്രഹിക്കണം. സകല മാനവും പുകഴ്ചയും അങ്ങേക്ക് തന്നെ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകൾ സന്തോഷിക്കണമേ. രാജ്യശക്തിയും ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള ഡൽഹി റീജിയണൽ മിഷൻ സഭയുടെ സഭാ ശുശ്രൂഷകൻ, ഇവിടെ പ്രവർത്തിക്കുന്ന മിഷണറി സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന റവറൻഡ് ജോസഫ് അച്ഛൻ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുവാനും ദൈവാലയത്തിനുള്ളിലും ഭവനങ്ങളിൽ ഇരുന്ന് ഓൺലൈനിലൂടെയും ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവമക്കൾക്ക് ദൈവം അവസരം നൽകുകയാണല്ലോ. വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ നാം ജീവിക്കുമ്പോൾ നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മെ പരിപാലിക്കും, സ്നേഹച്ചുറകടിയിൽ ആദരിച്ചുകൊള്ളും ഉള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത്. നമ്മെ പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുനിന്ന് മൺമറഞ്ഞു പോകുമ്പോൾ അല്പരും ബലഹീനരായ നമ്മെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഓരോ ദിവസവും നാം ദൈവത്തിന് നന്ദി കരയേണ്ടതുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന ഡൽഹി മിഷൻ ഫീൽഡിലെ എല്ലാ പ്രവർത്തകരെയും, എല്ലാ മിഷണറി സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ ഈ പ്രദേശങ്ങളിൽ നിറഞ്ഞു കവിയുന്ന അവസ്ഥയിൽ വിശ്വാസ സമൂഹം രൂപപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതിൽ വളരെ ചുറുചുറുക്കോടുകൂടെ ഇവിടെ പ്രവർത്തിക്കുന്ന മിഷണറി സഹോദരങ്ങളുണ്ട്. അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് ഈ ദേശത്ത് കടന്നു വരികയും കർത്താവിന്റെ വലിയ ശുശ്രൂഷയിലുമായിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്കായി ഒരു കൊയ്ത്ത് ഒരുക്കിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. മുഖവുരകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രഭാത ആരാധനയിൽ അല്പമായി വചനം ചിന്തിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം 126 സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. സങ്കീർത്തനം 126 3-ാം വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ
ഏറ്റവും കൂടുതൽ അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്ന ഒരു പുസ്തകം സങ്കീർത്തനങ്ങളുടെ പുസ്തകമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പേര് കേൾക്കുമ്പോൾ തന്നെ അത് പാട്ടുകളാണ്. 150 പാട്ടുകളാണ് വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മനുഷ്യ മനസ്സുകൾക്ക് ആശയും ആവേശവും പകരുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വരികളും. നമ്മൾ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, സഭയുടെ ആരാധനകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളാണ്. മറ്റ് വേദപുസ്തക വാക്യങ്ങൾക്ക് പ്രാധാന്യം കുറവ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ മനുഷ്യനുമായിട്ട് ഇത്രയും ബന്ധമുള്ള ദൈവവചനങ്ങൾ സങ്കീർത്തനങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സങ്കീർത്തനങ്ങളുടെ ചരിത്രമെന്ന് പഠിക്കുമ്പോൾ എബ്രായ സാഹിത്യത്തിലെ അതിമനോഹരങ്ങളായ ഭാവഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. BC 1410 മുതൽ BC 430 വരെയുള്ള ഏകദേശം 1000 വർഷക്കാലം കൊണ്ടാണ് സങ്കീർത്തനത്തിന്റെ വരികൾ രൂപപ്പെട്ടു വന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരുന്ന ദൈവഭൃത്യന്മാർ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കൃപകളും പ്രാപിച്ചുകൊണ്ട് ദൈവത്തിനെ പാടി സ്തുതിച്ച വരികളാണ് ഓരോ സങ്കീർത്തനത്തിന്റെ വാക്യം. ഈ സങ്കീർത്തനങ്ങളെ കുറിച്ച് നാം വീണ്ടും പഠിക്കുമ്പോൾ ഏകദേശം 10 തരം സങ്കീർത്തനങ്ങൾ വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ 150 സങ്കീർത്തനങ്ങൾ ഏകദേശം 10 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതില് 21 സങ്കീർത്തനങ്ങൾ പിൽഗ്രിമേജ് സാംസ് അല്ലെങ്കിൽ തീർത്ഥാടന സങ്കീർത്തനങ്ങൾ എന്ന പേരിൽ വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 43-ാം സങ്കീർത്തനം, 46-ാം സങ്കീർത്തനം, 48-ാം സങ്കീർത്തനം, 74-ാം സങ്കീർത്തനം, 84-ാം സങ്കീർത്തനം, 87-ാം സങ്കീർത്തനം, പിന്നെ 120 മുതൽ 134-ാം സങ്കീർത്തനം വരെയുള്ള സങ്കീർത്തനങ്ങൾ. ഇങ്ങനെ മൊത്തം 21 സങ്കീർത്തനങ്ങൾ പിൽഗ്രിമേജ് സോങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിൽ തന്നെ സങ്കീർത്തനം 120 മുതൽ 134 വരെയുള്ള 15 സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ അതിനെല്ലാത്തിനും ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒരു തലക്കെട്ട് കൊടുത്തിട്ടുണ്ട്: ആരോഹണ ഗീതം. സോങ്സ് ഓഫ് അസെൻസ് അല്ലെങ്കിൽ സോങ്സ് ഓഫ് സിയോൻ എന്നറിയപ്പെടുന്ന ആരോഹണ ഗീതം. ആരോഹണം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, മുകളിലേക്ക് കയറുന്നത്. ആരോഹണവും അവരോഹണവും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ 15 സങ്കീർത്തനങ്ങൾക്ക് ആരോഹണ ഗീതം അല്ലെങ്കിൽ സോങ്സ് ഓഫ് അസെൻസ് എന്ന പേര് കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ അവര് എവിടെ ആയിരുന്നാലും അവരുടെ 3 പ്രധാന പെരുന്നാളുകളായ പെസഹ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഈ 3 പെരുന്നാളുകൾക്കും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി മലമുകളിൽ ഇരിക്കുന്ന യെരുശലേം ദേവാലയത്തിലേക്ക് പോകുക പതിവാണ്. യാഗവസ്തുക്കളുമായി മല കയറി പോകുന്ന ഇസ്രായേൽ ജനം ദൈവം തങ്ങളെ വഴിനടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ പാടി സ്തുതിക്കും. അങ്ങനെ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ മലമുകളിൽ ഇരിക്കുന്ന യെരുശലേം ദേവാലയത്തിലേക്ക് കയറി പോകുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടി സ്തുതിക്കുന്ന പാട്ടുകളാണ് ആരോഹണ ഗീതം എന്ന പേരിൽ വേദപുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നു 126-ാം സങ്കീർത്തനം അതൊരു ആരോഹണ ഗീതമാണ്. അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നു: യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞാൻ പ്രസ്താവിച്ചുവല്ലോ, ദൈവജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിലേക്ക് മലകയറി പോകുമ്പോ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു പാട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ കഷ്ടതയുടെയും നെടുവീർപ്പിന്റെയും വേദനയുടെയും നടുവിലായിരുന്ന ജനത്തെ ദൈവം വിടുവിച്ച് വഴിനടത്തി ആ സന്തോഷം കവിഞ്ഞൊഴുകുന്ന അവസ്ഥയിൽ ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടാണ് ദൈവാലയത്തിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ പറയുന്നു: യഹോവ ഞങ്ങളിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. അവർ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. അവർ വളരെ സന്തോഷത്തോടു കൂടെയാണ് ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നത്. കാരണം അത് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്ത ഒരു ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ് കടന്നു പോകുന്നത്. ആ സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്.
വേദപുസ്തകത്തിൽ അനേകം സന്തോഷിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വേദപുസ്തകം ചരിത്രം പഠിക്കുമ്പോൾ അത് എല്ലാവരും ദൈവത്തിൽ സന്തോഷിക്കുന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വാസ വീരന്മാരായി വേദപുസ്തകം പറയുന്ന ചില കഥാപാത്രങ്ങളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കുക. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണം എന്താണ്? നമുക്ക് ആദ്യമായി വിശ്വാസികളുടെ പിതാവ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന അബ്രഹാമിനോട് തന്നെ ചോദിച്ചു നോക്കാം. അല്ലയോ അബ്രഹാമേ, അങ്ങയുടെ ജീവചരിത്രം വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ പഠിക്കുമ്പോൾ അങ്ങ് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായി തിരുവചനം തെളിവ് തരുന്നുണ്ടല്ലോ. അങ്ങയുടെ സന്തോഷത്തിന് കാരണമെന്ത്? ഈ പ്രഭാതത്തിൽ അബ്രഹാം നമ്മോട് വിളിച്ചു പറയും, അസാധ്യങ്ങളെ സാധ്യമാക്കിയ ഒരു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. വാർദ്ധക്യകാലത്ത് മകനോ മകളോ ഇല്ലാതിരുന്ന ഈ കുടുംബത്തിൽ ഞങ്ങളുടെ 75-ാമത്തെ വയസ്സിൽ ദൈവം ഒരു വാഗ്ദാനം നൽകി, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. എന്നാൽ 100-ാം വയസ്സുവരെയും എന്റെ കുടുംബത്തിൽ ഒരു മകനോ മകളോ ജനിക്കാത്ത അവസ്ഥയിൽ, വാർദ്ധക്യത്തിൽ പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ 100-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. ഒരു വലിയ ജാതിയുടെ പിതാവായി എന്നെ ഉയർത്തി. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് അബ്രഹാം നമ്മോട് മറുപടി പറയും. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മോശയോട് ചോദിക്കാം, അല്ലയോ മോശേ, അങ്ങും കർത്താവിൽ സന്തോഷിക്കുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവദാസൻ എന്ന പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അങ്ങയുടെ സന്തോഷത്തിന് കാരണമെന്ത്? അതെ, മോശ ഈ പ്രഭാതത്തിൽ നമ്മോട് വിളിച്ചു പറയും, അമ്മായപ്പനായ യിത്രോവിന്റെ ആടുകളെ മേച്ച് ഹോരേബ് പർവ്വതത്തിന്റെ അടിവാരങ്ങളിൽ ഞാൻ എന്നുമായിരിക്കുമ്പോൾ, അതെ, അവിടെ ഉയർന്നു നിൽക്കുന്ന പാറക്കൂട്ടങ്ങളിൽ കയറിയിരുന്ന് ആടുകളെ മേയാൻ വിട്ടതിന് ശേഷം ഞാൻ ആ പാറക്കൂട്ടങ്ങളിൽ വിശ്രമിക്കുമ്പോ അതിനു ചുറ്റും വളർന്നു നിൽക്കുന്ന മുൾച്ചെടികളെ ഞാൻ എന്നും കാണുകയായിരുന്നു. എന്നാൽ ഇതാ ഒരു പ്രത്യേക ദിവസം ആ മുൾപടർപ്പ് കത്തുകയും അത് വെന്തു പോകുന്നില്ല എന്ന അത്ഭുത കാഴ്ച കാണുന്നതിന് വേണ്ടി അവിടേക്ക് ഞാൻ കടന്നുപോയപ്പോ, അതെ, എന്നെ ഒരു വലിയ ജാതിയുടെ രക്ഷകനായി, വീണ്ടെടുപ്പുകാരനായി ദൈവം എന്നെ ഉയർത്തി. അതെ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി എന്റെ വിക്കനായ എന്നെ ദൈവം ഉയർത്തിയെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് മോശയോ നമ്മോട് ഉത്തരം പറയും. മറ്റൊരു കഥാപാത്രമാണല്ലോ വേദപുസ്തകത്തിലെ ശക്തമായ ഒരു കഥാപാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ജോസഫ്. തന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ച ഒരു വ്യക്തി, അവിടെ കിടന്ന് ചത്തുപോകേണ്ടുന്ന ഒരു വ്യക്തി. അതെ, യോസഫിനോട് ചോദിക്കാം, അങ്ങയുടെ ജീവിതത്തിലും അങ്ങ് സന്തോഷിക്കുന്ന ഒരു വ്യക്തി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു, അങ്ങയുടെ സന്തോഷത്തിന് കാരണമെന്ത്? ജോസഫ് നമ്മോട് പറയും, സഹോദരന്മാര് പോലും എന്നെ പൊട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചപ്പോൾ ആ കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഉയർത്തിയ ഒരു ദൈവം എനിക്കായി ജീവിക്കുന്നു. അതെ, എന്റെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്ന് അതെ യോസഫും നമ്മോട് ഉത്തരം പറയും. ഒരാളിനോട് കൂടെ കുറിച്ച് ചോദിച്ചു നോക്കാം, ദാവീദ്. സംഗീതജ്ഞനായ ദാവീദിനോട് നമുക്ക് ചോദിക്കാം, അല്ലയോ ദാവീദേ, അങ്ങാണല്ലോ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന് വേണ്ടി കിന്നരം മുഴക്കി പാടിയ ഒരു വ്യക്തി. അങ്ങയുടെ സന്തോഷത്തിന് കാരണമെന്ത്? ദാവീദ് പറയും, യുദ്ധത്തിന് കൊള്ളാത്തവനെന്ന് മാതാപിതാക്കൾ പോലും വിധി എഴുതിയ ഒരു മകനാണ് ഞാൻ. ദാവീദിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മറ്റ് സഹോദരങ്ങളെ എല്ലാം യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോ ഈ ദാവീദിന് യുദ്ധത്തിന് കൊള്ളാത്തവനെന്ന് മാതാപിതാക്കൾ പോലും വിധി എഴുതി വനാന്തരങ്ങളിൽ ആടുമേയ്ക്കുവാൻ പറഞ്ഞയച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇടയ ചെറുക്കനായ എന്നെ ഒരു കൊട്ടാരത്തിലേക്ക് ഒരു രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്തു എങ്കിൽ അത് എന്റെ ജീവിതത്തിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്തു എന്ന് ദാവീദും നമ്മോട് പ്രസ്താവിക്കും. അങ്ങനെ വേദപുസ്തകത്തിലെ ഒരുപാട് വിശ്വാസ വീരന്മാരോട് ചോദിച്ചാൽ അവരെല്ലാവരും പറയും, അതെ, ദൈവം എന്റെ ജീവിതത്തിൽ വൻകാര്യം ചെയ്തു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്ന് അവർ ഓരോരുത്തരും വിളിച്ചു പറയും. അപ്പൊ നമുക്കൊരു സംശയം തോന്നും, ഇത് വേദപുസ്തകത്തിലെ വിശ്വാസ വീരന്മാരുടെ കാര്യം മാത്രമല്ലേ, നമ്മെ പോലെയുള്ള സാധാരണ വിശ്വാസികളുടെ ഇടയിൽ ദൈവം വൻകാര്യങ്ങളെ ചെയ്യുമോ? വേദപുസ്തകം അതിനും അനേകം തെളിവ് നൽകുന്നുണ്ട്. 1-2 ഉദാഹരണങ്ങൾ മാത്രം ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതെ, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു ഹാഗർ,
അബ്രഹാം പിതാവിന്റെ വീട്ടിലെ വേലക്കാരിയായ ഹാഗറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ സംഭവം വർണ്ണിക്കുന്ന ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം 8 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാം തന്റെ കൂടാരത്തിൽ ഒരു വിരുന്ന് കഴിക്കുന്ന ഒരു വലിയ ഉത്സവത്തിന്റെ ദിവസത്തെയാണ് ചിത്രീകരിക്കുന്നത്. അവിടെ പറയുന്നു, അബ്രഹാമിന് ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിച്ച് അവന് മുലകുടി മാറ്റുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത്. ആ ദിവസം അബ്രഹാമിനോട് ഭാര്യയായ സാറ പറയുന്നു, നമ്മുടെ ദാസിയായ ഹാഗറിനെയും ഹാഗറിൽ ജനിച്ച ഇസ്മായിൽ എന്ന ബാല്യക്കാരനെയും പുറത്താക്കി കളയുക, നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനോടൊപ്പം അവൻ അവകാശിയാകരുത്. അപ്പൊ ഈ അബ്രഹാം ഇത് കേട്ട് എന്ത് ചെയ്യേണ്ടു എന്ന അവസ്ഥയിൽ ദൈവമുഖത്തേക്ക് നോക്കി ആലോചന ചോദിച്ചു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാട് അബ്രഹാമിന് ലഭിച്ചു, സാറ പറയുന്നത് പോലെ നീ ചെയ്യുക. അങ്ങനെ പ്രഭാതമായപ്പോൾ അബ്രഹാം ഒരു തുരുത്തിയിൽ അല്പം വെള്ളവും അല്പം അപ്പക്കഷ്ണങ്ങളും എടുത്ത് ദാസിയായ ഹാഗറിനെ ഏൽപ്പിച്ച് പൈതലിനെയും കൊടുക്കുന്നു, നീ എവിടെയെങ്കിലും പോയി ജീവിക്കുക. നോക്കുക, തന്റെ വാർദ്ധക്യകാലത്ത് തന്നെയും തന്റെ മകനെയും സംരക്ഷിക്കുവാൻ ഈ യജമാനനും യജമാനത്തിയും ഉണ്ട് എന്ന് കരുതി ഹാഗർ തന്റെ സകല അഭയവും ആശ്രയവുമായി കരുതിയതാണ് ഈ യജമാന കുടുംബത്തെ. എന്നാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതാ യജമാനനാലും യജമാനത്തിയാലും കൈവിടപ്പെടുന്ന അവസ്ഥയിൽ ഹാഗറും മകനും ആയിത്തീരുകയാണ്. അവിടെ നമ്മൾ ചിന്തിക്കുമ്പോ ഒരുപക്ഷെ നമുക്ക് ഇപ്രകാരം തോന്നും, ആ പ്രഭാതത്തിൽ അബ്രഹാം ഹാഗറിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ ഇസ്മായില് ഒരു കൊച്ചു കൈക്കുഞ്ഞാണെന്ന്. അങ്ങനെയല്ല, വേദപുസ്തകം വ്യക്തമായ തെളിവ് തരുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ 16 വാക്യം വായിക്കുമ്പോൾ അബ്രഹാമിന് ഹാഗർ ഇസ്മായിലിനെ നൽകുമ്പോൾ അബ്രഹാമിന്റെ പ്രായം 86. നമുക്കറിയാമല്ലോ, വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിക്കുന്നത് അബ്രഹാമിന്റെ 100ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്ഹാക്ക് ജനിക്കുമ്പോൾ ഇസ്മായിൽ എന്ന ബാല്യക്കാരന് 14 വയസ്സ് പ്രായമുണ്ട്. ഇവിടെ പറയുന്നു, ആ ഇസ്ഹാക്കിന് മുലകുടി മാറ്റുന്ന ചടങ്ങാണ് നടക്കുന്നത്. അത് യഹൂദ പാരമ്പര്യം പറയുന്നത് അത് 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെ ആകാമെന്നാണ്. അപ്പൊ ഏറ്റവും പറഞ്ഞത് 3 വയസ്സിലാണ് ഈ ചടങ്ങ് നടത്തുന്നതെങ്കിലും ഇപ്പോൾ ഇസ്മായിലിന് 17 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ അബ്രഹാം തന്റെ ദാസിയായ ഹാഗറിനെ ഏൽപ്പിക്കുന്നത് ഒരു കൈക്കുഞ്ഞിനെയല്ല, 17 വയസ്സ് പ്രായമുള്ള ഒരു ബാല്യക്കാരനെയാണ്. ആ ബാല്യക്കാരനെ ഏൽപ്പിച്ചിട്ട് ഹാഗറിനോട് പറയുന്നു, അതെ, നീ തുരുത്തിയിലെ വെള്ളവും ഈ അപ്പക്കഷ്ണങ്ങളും കഴിച്ച് നീ എവിടെയെങ്കിലും പോയി ഉപജീവിക്കുക. ഹാഗർ എന്ത് ചെയ്യേണ്ടു എന്ന അവസ്ഥയിലായി തീർന്നു. അതെ, വചനം പറയുന്നു, അവൾ ബർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. ഹാഗർ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അലയുന്നവൾ എന്നാണ്. അപ്പൊ അവളുടെ പേരിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത് പോലെ ബർശേബ മരുഭൂമിയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായി, ആരാലും തള്ളപ്പെട്ടവളായി അതെ ഈ ഹാഗറും ഇസ്മായേലും അവിടെ കഴിയുകയാണ്. കയ്യിൽ കരുതിയിരുന്ന തുരുത്തിയിലെ വെള്ളം വെയിലിന്റെ കാഠിന്യമേറ്റ് അവർ കുടിച്ചു തീർത്തു. കയ്യിൽ കൊടുത്തയച്ചിരുന്ന അപ്പക്കഷ്ണങ്ങൾ വിശപ്പിന്റെ കാഠിന്യത്താൽ അവർ തിന്നു തീർത്തു. ഹാഗറിന് മനസ്സിലായി, ഇനി എന്റെ മുന്നിൽ മരണം മാത്രമാണ് അവശേഷിക്കുന്നത്. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നല്ല അവിടെ പറയുന്നത്. ഈ ബർശേബ മരുഭൂമിയുടെ ചൂടേറ്റ് ഞാനും മകനും ഇനി ജീവിക്കുവാൻ നിവർത്തിയില്ലാതെ ഇവിടെ മരിച്ചു വീഴും എന്ന് ഹാഗറിന് മനസ്സിലായി. അതുകൊണ്ട് സ്വന്തം മകന്റെ മരണം കാണാൻ ആഗ്രഹിക്കാതെ ആ മാതാവ് പൈതലിനെ ഒരു കുറുങ്കാട്ടിൽ ഉപേക്ഷിച്ച് ഒരു അമ്പിൻപാട് ദൂരത്ത് പോയിരുന്ന് ദൈവമുഖത്തേക്ക് നോക്കി കരയുകയാണ്. അതെ, ആ കരച്ചിലിന്റെ ശബ്ദം എന്റെ ദൈവം കേട്ടു എന്ന് തിരുവചനം പറയുന്നു. അല്പസമയത്തിനുള്ളിൽ ആകാശത്തൊരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഹാഗറെ, നീ കരയുന്നതെന്ത്? നിന്റെ കരച്ചിലിന്റെ ശബ്ദവും അതെ കുറുങ്കാട്ടിൽ കിടക്കുന്ന മകന്റെ നിലവിളിയുടെ ശബ്ദവും എന്റെ ദൈവം കേട്ടു എന്ന് ദൂതൻ അവളോട് അറിയിക്കുകയാണ്. നോക്കുക, ആരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ താൻ ആശ്രയമായി, തന്റെ സങ്കേതമായി, തന്റെ അന്ത്യകാലം വരെയും എന്നെ സംരക്ഷിക്കുമെന്ന് കരുതിയ അഭയസ്ഥാനങ്ങൾ അറ്റുപോയപ്പോൾ
അതേ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ച ഹാഗറിനെ തേടി ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അതെ, അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾക്ക് മുമ്പിലായി ഒരു നീരുറവ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു, അത് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നീരുറവയല്ല, ദൈവം അവൾക്ക് വേണ്ടി ഒരു പുതിയ നീരുറവ ഒരുക്കി കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ഓൺലൈനിലൂടെ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മെ എല്ലാവരും കൈവിട്ടു എന്ന നിരാശയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നമുക്ക് വേണ്ടി പുതിയ വാതിലുകൾ ഒരുക്കുന്നവനാണ്, പുതിയ മുഖാന്തരങ്ങൾ ഒരുക്കുന്നവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട ദൈവം. ഈ ലോകം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ആശ്രയ സങ്കേതങ്ങൾ അറ്റുപോകുന്നു എന്ന് തോന്നുമ്പോൾ, അത് ആരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ പരിഹാസപാത്രമായി ബർശേബ മരുഭൂമിയുടെ വിരിമാറിലൂടെ എന്ത് ചെയ്യേണ്ടു എന്ന അവസ്ഥയിൽ ഉഴന്നു നടക്കുന്ന ഹാഗറിനെ പോലെ നാം ഈ ലോകത്തായിരിക്കുമ്പോൾ, അതേ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ഒരു മനുഷ്യന് ദൈവം പുതിയ വാതിലുകൾ ഒരുക്കുന്ന ദൈവം എന്ന് ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക. അതേ, വിശ്വാസ വീരന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, സാധാരണക്കാരുടെ ജീവിതത്തിൽ പോലും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ആ ഭാഗം തുടർന്ന് പഠിക്കുമ്പോൾ, അതേ ഹാഗറും മകനും പാരാൻ മരുഭൂമിയിൽ ജീവിച്ചു ലോകത്തിൽ ഇന്നൊരു വലിയ ജനതയായി മാറിയ ചരിത്രം വേദപുസ്തകം തെളിവ് തരുന്നുണ്ട്. അതുകൊണ്ട് ആരാലും കൈവിടപ്പെട്ട അവസ്ഥയിൽ, അതേ നിരാശയോടായിരിക്കുമ്പോൾ നീ ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിക്കുകയാണെങ്കിൽ നിന്റെ നിലവിളിക്ക് ഉത്തരം നൽകുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ജീവിതത്തിൽ വന്ന ഒരു ദുരന്ത കഥ ചിത്രീകരിക്കുകയാണ്. തന്റെ ഏകജാതയായ ഒരു മകൾ, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരേ ഒരു മകൾ, അവൾ മരിക്കത്തക്ക ഒരു രോഗം ബാധിച്ചു വളരെ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ കർത്താവ് അതിനടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി പള്ളിപ്രമാണിയായ യായിറോസ് ചില ദാസന്മാരെ പറഞ്ഞയക്കുന്നു. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ഈ ദാസിയുടെ മേൽ, ഈ പൈതലിന്റെ മേൽ കൈവച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. അവൻ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദാസന്മാരെ അയക്കുകയാണ്, കർത്താവിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ ദാസന്മാര് പോയി കർത്താവിനോട് പറയുന്നു, യായിറോസിന്റെ മകൾ മരിക്കത്തക്ക രോഗം ബാധിച്ചു കിടക്കുകയാണ്, കർത്താവെ അങ്ങൊന്ന് വന്ന് ആ പൈതലിന് സൗഖ്യം നൽകണം. ആ വാക്ക് കേട്ട് കർത്താവ് അങ്ങോട്ട് വരുമ്പോ വഴിയാത്രയിൽ വെച്ച് മറ്റു ചില ദാസന്മാരെ വീണ്ടും യായിറോസ് അയക്കുന്നു. ഇനി കർത്താവ് വന്നിട്ട് കാര്യമില്ല, എന്റെ മകൾ മരിച്ചുപോയി. നോക്ക, യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ ഹൃദയവേദനയുടെ ആഴം തിരിച്ചറിയുവാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയുമോ? 12 വയസ്സ് വരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ ഒരേ ഒരു മകൾ രോഗം ബാധിച്ച് മരിച്ചു പോകുമ്പോ ആ പിതാവിന്റെ കണ്ണുനീരിന്റെയും വേദനയുടെയും ആഴം എത്ര ഭയങ്കരമാണ്. അപ്പൊ കർത്താവ് ദാസന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് മരിച്ചുപോയ ഒരു പൈതലിനെ ആ ദുരന്ത വാർത്ത കേട്ടപ്പോ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാമും ഇതുപോലെ ലോകയാത്രയിലായിരിക്കുമ്പോൾ കഷ്ടതയുടെയും രോഗത്തിന്റെയും ഭാരത്തിന്റെയും വേദനയുടെയും നടുവിലൂടെ കടന്നു പോകുമ്പോ കർത്താവ് നമുക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ ഇതാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതെ, ഈ ലോകപ്രകാരം നമ്മൾ അവിശ്വാസികളാകാതെ ദൈവം വലിയവനെന്നും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അതെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മെ അവസരമൊരുക്കും. അതെ, അപ്രകാരം കർത്താവ് ശിഷ്യന്മാരോടൊപ്പം ആ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ പോകുമ്പോ നമ്മുടെയൊക്കെ ഭവനങ്ങളിലുള്ള ഒരു വിലാപ ഭവനത്തിന്റെ ചിത്രമാണ് അവിടെയും കൊടുക്കുന്നത്. കാരണം ബന്ധുജനങ്ങളെല്ലാം വന്ന് മരിച്ച പൈതലിന്റെ ചുറ്റുമിരുന്ന് കരഞ്ഞ് വിലപിക്കുന്ന ഒരു സംഭവം. അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, പൈതൽ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. നമുക്ക് ഒരുപക്ഷെ വളരെയധികം പരിഹാസം തോന്നും. അയ്യോ, മരിച്ച് മണിക്കൂറുകളായ ശവശരീരത്തെ നോക്കിക്കൊണ്ട് എന്റെ കർത്താവ് പറയുന്നു, പൈതൽ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. പ്രിയ ദൈവജനമേ, നാം മരിച്ചുപോയി എന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ എന്റെ കർത്താവിനറിയാം അത് ഉറങ്ങുന്ന അവസ്ഥയാണ് എന്ന്. ഒരുപക്ഷെ നമ്മൾ ഈ ലോകപ്രകാരം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആന്തരാവയവത്തിന് ഏതെങ്കിലും രോഗം ബാധിച്ച് നമ്മൾ ഈ ഡോക്ടർമാരെ സമീപിക്കുമ്പോൾ അവർ അനേകവിധ ടെസ്റ്റുകൾ നടത്തിയിട്ട് അവസാനം നമ്മോട് പറയും, നിന്റെ അവയവം മരിച്ചുപോയി, അതിന് ജീവിക്കുകയില്ല. ഈ ലോകം നിന്നോട് വിളിച്ചു പറയുന്നത്, നിന്റെ ശരീരം മരിച്ചുപോയി, അതിന് ജീവിക്കുകയില്ല.
നിന്റെ ജീവിത സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഈ ലോകം വിളിച്ചു പറയും, നീ ഇനി തകർന്നു പോകും, ഇനി നീ ജീവിക്കുകയില്ല, നീ ഉയർന്നു വരികയില്ല. നമ്മുടെ ബന്ധുക്കൾ നമ്മെ പരിഹസിക്കും, അവൻ തീർന്നു, ഈ ലോകത്തിൽ അവൻ പട്ടുപോയി, ഇനി അവന് എണീക്കുകയില്ല എന്ന് ഈ ലോകം വിളിച്ചു പറയുമ്പോൾ അതേ കർത്താവ് പറയുന്നു, ഇല്ല, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. താൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ മാത്രം കർത്താവ് ആ പൈതൽ കിടക്കുന്ന മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഒറ്റ വാക്കുകൊണ്ട് കർത്താവ് ആ പൈതലിനെ ജീവനിലേക്ക് മടക്കി നൽകി. ബാലെ എഴുന്നേൽക്ക എന്നൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവൾ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് ഇരുന്നു എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. പ്രിയ ദൈവജനമേ, മനസ്സിലാക്കണമേ, അതേ നാം ഈ ലോകയാത്രയിലായിരിക്കുമ്പോൾ, അതേ നാം തകർന്നുപോയി, ഉടഞ്ഞുപോയി എന്ന് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ, വിധി എഴുതുമ്പോൾ, എന്റെ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഒരു ചെറുവിരൽ സ്പർശം കൊണ്ട്, ഒരു വാക്കുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് കർത്താവിന് രൂപാന്തരം വരുത്തുവാൻ കഴിയും. അതെ, ആ യായിറോസിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിന്റെ ജീവിതത്തിൽ തുടർന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു, അതേ യായിറോസ് സന്തോഷിക്കുന്ന ഒരു വ്യക്തി. അതേ യായിറോസ് പറയും, എന്റെ ഏകജാതയായ ഒരു മകൾ, 12 വയസ്സുവരെ ഞാൻ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകൾ, അവൾ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ആ പൈതലിനെ ജീവൻ നൽകി എനിക്ക് തിരികേൽപ്പിച്ചുവെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ എപ്രകാരം സന്തോഷിക്കാതിരിക്കും? അതെ, അങ്ങനെ ഓരോരുത്തരും ലോക ചരിത്രത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവരെല്ലാം ആശ്വാസവും സന്തോഷവും പ്രാപിച്ചു, അവരെല്ലാം കർത്താവിൽ സന്തോഷിക്കുന്ന വ്യക്തികളായി തീർന്നു എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ, പ്രത്യേകിച്ച് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ എല്ലാ സംഭവങ്ങളും അവിടെ വർണ്ണിക്കുന്നുണ്ട്. അവിടെ എല്ലാം കർത്താവിന്റെ അടുക്കൽ ആരൊക്കെ കടന്നു വന്നിട്ടുണ്ടോ, അത് രോഗസൗഖ്യത്തിന് വേണ്ടിയോ, അല്ലെങ്കിൽ കർത്താവിന്റെ ലാവണ്യ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ വിശപ്പോടുകൂടെ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്നിട്ടുള്ളോ എല്ലാവർക്കും ആശ്വാസം ലഭിച്ചു എന്ന് തിരുവചനം പറയുന്നു. അവരുടെ ചരിത്രമൊക്കെ പിന്നെ പഠിക്കുമ്പോൾ അവരെല്ലാം അവരുടെ സ്വന്തം വഴിക്ക് പോയില്ല, കർത്താവിന്റെ പിന്നാലെ ആയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. എപ്രകാരം സന്തോഷിക്കണമെന്ന്, കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിച്ച് എപ്രകാരം സന്തോഷിക്കണമെന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. 1 പത്രോസ് 4:13 പ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവിൻ. നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നത് നമ്മൾ വെറുതെ ഈ ലോകത്തിലെ സന്തോഷം അനുഭവിച്ചുകൊണ്ടല്ല, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുകാരായി തീർന്നുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്ന് തിരുവചനം പറയുന്നു. പ്രിയ മിഷണറി സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിനെയും നിങ്ങളുടെ ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഈ വളരെ വിദൂരതയിൽ 3500ഓളം കിലോമീറ്റർ അകലെ വന്ന് ഇവിടെ ഈ ചേരി പ്രദേശങ്ങളിൽ നിങ്ങൾ കർത്താവിനെ സാക്ഷിക്കുന്നു എങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നതാണ്. അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ അപ്രകാരം ദൈവനാമത്തിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ തുടർന്നും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർ 4:4 പ്രകാരം പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയും. അതെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിൽ ഏത് പ്രയാസവും വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും അവയുടെ ഇടയിലും സന്തോഷിക്കുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ അതേ ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുപോലെ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം എന്ന് വായിക്കുന്നു. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോസ്തലനായ പൗലോസ് ദൈവജനത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഞാനിത് പറയും, ക്രിസ്തു സഭ ഇന്ന് മറന്നുപോയ ഒരു വാക്യമുണ്ട്. കാരണം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും സന്തോഷിക്കണം, എല്ലാത്തിനും നന്ദി കരയറ്റണം, സ്തോത്രം ചെയ്യണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ കഷ്ടങ്ങളെയും രോഗങ്ങളെയും ഭാരങ്ങളെയും പെരുപ്പിച്ച് കാണിച്ച് പിറുപിറുപ്പിൽ ജീവിക്കുവാനാണ് ക്രിസ്തു സഭ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു,
എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കണമെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കൊച്ചു കൊച്ചു പ്രയാസങ്ങളെ ഓർത്ത് പിറുപിറുപ്പിൽ ജീവിക്കുവാനാണ് ദൈവവിശ്വാസികൾ ഇന്ന് ശ്രമിക്കുന്നത്. വചനം വ്യക്തമായി പഠിക്കുക, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഗ്രീക്ക് പുരാണത്തിൽ ഒരു കഥാപാത്രമുണ്ട്, ആന്റിയസ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. അതൊരു ദേവനായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇനി ഗ്രീക്ക് പുരാണത്തിൽ പറയുന്ന മറ്റു ചില ദേവന്മാരുണ്ട്. കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഭൂമിയെ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്ന ഗ്രീക്ക് പുരാണം പറയുന്ന ഒരു കഥാപാത്രമാണ് അറ്റ്ലസ്. അതുകൊണ്ടാണ് ഭൂപടത്തിന് അറ്റ്ലസ് എന്ന് പേര് കൊടുക്കുന്നത്. ഭൂമിയെ താങ്ങി നിർത്തുന്ന ദേവനായിട്ടാണ് ഗ്രീക്ക് പുരാണത്തിൽ അറ്റ്ലസിനെ ചിത്രീകരിക്കുന്നത്. ഇനി ശക്തിയുടെ പര്യായമെന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗ്രീക്ക് പുരാണത്തിൽ ഒരു ദേവനുണ്ട്, ഹെർക്കുലീസ്. അപ്പൊ ഒരിക്കൽ ഈ ഹെർക്കുലീസ്, ശക്തിയുടെ പര്യായമായ ഹെർക്കുലീസ്, ഭൂമിയെ താങ്ങി നിർത്തുന്ന അറ്റ്ലസിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഗ്രീക്ക് പുരാണത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ വഴിയാത്രയിൽ ആന്റിയസ് എന്ന ദേവനെ കാണാനിടയാണ്. ഹെർക്കുലീസ് സ്വയം അഭിമാനിക്കുന്നവനാണ്, അഹങ്കരിക്കുന്നവനാണ്. ഞാനാണ് ലോകത്തിലെ ഏറ്റവും ശക്തൻ. എന്നാൽ നോക്കിയപ്പോൾ ആന്റിയസ് തന്നെക്കാൾ ശക്തനായി നിൽക്കുന്നു എന്ന് ഹെർക്കുലീസ് തിരിച്ചറിഞ്ഞു. അപ്പൊ ഹെർക്കുലീസ് ഒരു കാര്യം മനസ്സിലാക്കി, എങ്ങനെയാണ് ഈ ആന്റിയസിന് ഈ ശക്തി ലഭിക്കുന്നത്? അവരൊരു സത്യം മനസ്സിലാക്കി. ഈ ആന്റിയസ് ഭൂമിയെ സ്പർശിച്ചു നിൽക്കുമ്പോഴാണ് അവന് ശക്തി ലഭിക്കുന്നത്. അപ്പൊ ഭൂമിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആന്റിയസ് ദുർബലനായി തീരുമെന്ന് ഹെർക്കുലീസ് മനസ്സിലാക്കി. അവൻ ഉടൻ തന്നെ ആന്റിയസിനെ ഭൂമിയിൽ നിന്ന് എടുത്തുയർത്തി. ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ആന്റിയസ് ദുർബലനായി തീർന്നു. ഹെർക്കുലീസ് ആന്റിയസിന്റെ കഥ കഴിച്ചു എന്ന് ഗ്രീക്ക് പുരാണം പറയും. ഞാൻ ഈ പുരാണം ഇവിടെ പറയാൻ കാരണം, പ്രിയ ദൈവജനമേ, മനസ്സിലാക്കണമേ, നാം ദൈവവുമായുള്ള വലിയ ബന്ധത്തിലായിരിക്കുമ്പോഴാണ് നാം ദൈവത്തിൽ സന്തോഷിക്കുന്നത് എന്ന് പിശാചിന്, ഹെർക്കുലീസിനെ പോലെ പിശാചിനറിയാം. നാം ദൈവജനം ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അവൻ ഈ ലോകത്തിൽ എന്ത് പ്രയാസങ്ങളുടെ നടുവിലും സന്തോഷിക്കാൻ കഴിയുമെന്ന് പിശാച് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവൻ ഹെർക്കുലീസിനെ പോലെ നമ്മെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങളും ഭാരങ്ങളും വേദനകളും കൊണ്ടുവന്ന് ദൈവവുമായി ഉള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്ന പിശാച്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ ഏത് ജീവിത സാഹചര്യങ്ങളുടെ മധ്യയും കർത്താവുമായുള്ള വലിയ ബന്ധത്തിൽ, ആ ദൈവവുമായിട്ടുള്ള വലിയ ബന്ധത്തിലായിരുന്നു കൊണ്ട് കർത്താവിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കാറുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ അവസരമുണ്ട്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:6 പ്രകാരം വായിക്കുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പിൻ. എനിക്ക് ഏറ്റവും വളരെയധികം ആശ്വാസം തരുന്ന ഒരു വാക്യമാണ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക. നമ്മള് ഏത് പ്രയാസത്തിന്റെ നടുവിലായിരുന്നാലും അതെ, അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്നവനാണ്. ആ ദൈവത്തിന്റെ ബലമേറിയ ഭുജത്തിൻ കീഴെ താണിരിക്കുവാനാണ് ദൈവജനം ആഗ്രഹിക്കേണ്ടത്. ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കട്ടെ. PG വർഗീസ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണല്ലോ PG വർഗീസ്. കാരണം സുവിശേഷ ഗോളത്തിൽ തീക്ഷ്ണതയോടെ നിൽക്കുന്ന ഒരു കഥാപാത്രം, ഒരു വ്യക്തി. അപ്പൊ ഈ PG വർഗീസ് എഴുതിയ അനേകം പുസ്തകങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന പുസ്തകങ്ങൾ. അതിൽ ഞാൻ വായിച്ച ഒരു ചെറിയ പുസ്തകമാണ് വെള്ളി ശനി ഞായർ. പുസ്തകത്തിന്റെ പേര് തന്നെയാണ് വെള്ളി ശനി ഞായർ. ഒരുപക്ഷെ നിങ്ങൾ കിട്ടിയാൽ വായിക്കുക. ചെറിയൊരു പുസ്തകമാണ് വെള്ളി ശനി ഞായർ. അപ്പൊ അതിൽ PG വർഗീസ് അങ്കിൾ പറയുന്നത്, എന്നും നമ്മുടെ ജീവിതത്തിൽ ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കില്ല. നമ്മളിപ്പോ ഒരു ദുഃഖ വെള്ളിയാഴ്ച ഈസ്റ്റർ ആഘോഷിച്ചതാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്നും ദുഃഖത്തിന്റെ വെള്ളിയാഴ്ചയായിരിക്കില്ല. അതിനൊടുവിൽ അതിന് അപ്പുറമായി ഒരു കാത്തിരിപ്പിന്റെ ശനിയാഴ്ചയുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മെ തേടി വരുന്നത് ഒരു ഉയർപ്പിന്റെ, വിജയത്തിന്റെ സുപ്രഭാതമാണ്. അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ അദ്ദേഹം വർണ്ണിക്കുന്നതാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്നും ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കില്ല, എന്നും വേദനയായിരിക്കില്ല, എന്നും നിരാശയായിരിക്കില്ല, എന്നും രോഗമായിരിക്കില്ല. നാം വിശ്വാസത്തോടുകൂടെ ആ ശനിയാഴ്ച കാത്തിരിപ്പിന്റെ സമയം കഴിഞ്ഞാൽ നമ്മെ തേടിയെത്തുന്നത് ഒരു വിജയത്തിന്റെ, ആരവാരത്തിന്റെ, ഉയർപ്പിന്റെ ഞായറാഴ്ചയായിരിക്കും.
ആ ഞായറാഴ്ചയ്ക്ക് വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. പ്രിയ ദൈവജനമേ, ഈ ദൂത് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓൺലൈനിലൂടെ എന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, മനസ്സിലാക്കണമേ, നമ്മള് ഈ ലോകത്ത് ഈ നാളുകളിൽ വളരെ തടസ്സങ്ങളുടെ ഈ കോവിഡ് മഹാമാരിയുടെ പിടിമുറുക്കിയ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടു എന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്നു. എന്നും നമ്മുടെ ജീവിതത്തിൽ ദുഃഖ വെള്ളിയാഴ്ചയല്ല, എന്നും ദുരിതത്തിന്റെ, വേദനയുടെ, രോഗത്തിന്റെ വെള്ളിയാഴ്ചയല്ല. നാം ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ കാത്തിരുന്ന ഒരു ശനിയാഴ്ച കഴിഞ്ഞ് അതിനപ്പുറമായി നമ്മെ തേടി വരുന്നത് ഒരു ഉയർപ്പിന്റെ, സന്തോഷത്തിന്റെ, രോഗസൗഖ്യത്തിന്റെ, ലോകത്തിലുള്ള സന്തോഷത്തിന്റെ ഒരു ഞായറാഴ്ചയായിരിക്കും. ആ ഞായറാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ വിശ്വാസത്തോടുകൂടെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ചെറുതും വലുതുമായ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ പാടി സ്തുതിക്കുക. അതേ, സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്കും അപ്രകാരം ഏറ്റു പറയാം. അതേ, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ ചെയ്തു, അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ലോകത്തിലെ എന്ത് പ്രയാസങ്ങൾ വന്നാലും, എന്ത് രോഗങ്ങൾ വന്നാലും, എന്ത് തടസ്സങ്ങൾ വന്നാലും, അത് എന്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ആ കർത്താവിന്റെ ഉയർപ്പിന്റെ ഞായറാഴ്ചയിലേക്ക്, ആ സന്തോഷത്തിന്റെ സുദിനത്തിലേക്ക് വഴി നടത്തും എന്നുള്ള പ്രത്യാശയോടുകൂടെ ജീവിച്ച് ദൈവത്തിന് നന്ദി കരേറ്റുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ദൂത് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി ഇന്നും നമ്മെ വഴി നടത്തുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, കർത്താവെ, ഈ വിശുദ്ധ ദിവസത്തിൽ അടിയങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ തിരുസന്നിധിയിൽ സമർപ്പിക്കാനും അങ്ങ് നൽകിയ ഈ വലിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ ദേശം ഇന്ന് വലിയൊരു മഹാമാരിയിൽ കർത്താവെ ആയിരിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഇനി മുന്നോട്ടേക്ക് എപ്രകാരമാണ് എന്ന് ഞങ്ങൾ ചിന്തയോടുകൂടെ, വേദനകളോടുകൂടെ ആയിരിക്കുമ്പോൾ,
കർത്താവ് ഈ മനോഹരമായ ദിവസത്തിൽ അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വന്ന് സന്തോഷിപ്പാനും അങ്ങേ ആരാധിപ്പാനും സ്തുതിപ്പാനും അങ്ങ് നൽകിയ എല്ലാ കൃപകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ഈ ആരാധനയിൽ ഓൺലൈൻ മാധ്യമത്തിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ ഞങ്ങൾ മുറ്റുമായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, പ്രിയ മക്കളോട് കൂടെ അങ്ങിരിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയ രാജേഷ് സാറിന്റെ കുടുംബത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിർമ്മിൻ സാറിന്റെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. പിതാവേ, പ്രഭു സാറിനെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ ദിലീപ് സിസ്റ്ററിന്റെ കുടുംബത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിഷാന്ത് സാറിന്റെ കുടുംബത്തെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ലിജിൻ ഡോക്ടറിനെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. സുബിൻ സാറിനെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അതുപോലെ തന്നെ കർത്താവ്, അബിൻ ഡോക്ടറിന് വേണ്ടി, ഷീന ഡോക്ടറിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ആരാധനകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവരെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ, അങ്ങ് ബലപ്പെടുത്തണമേ. കർത്താവെ, പലരും പലവിധമായ രോഗത്തിന്റെ ഭാരത്താൽ വേദനകളോട് കൂടെ കർത്താവെ ആയിരിക്കുന്നുവല്ലോ. കർത്താവ്, അവരുടെ ജീവിതങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. അവർ ആയിരിക്കുന്നതായിട്ടുള്ള വേദനകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ എല്ലാം അങ്ങ് പരിപൂർണമായി അങ്ങ് തുടച്ചു മാറ്റുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയ ചുടിച്ചോര കൊണ്ട് പ്രിയ മക്കളെ അവിടെ നിങ്ങൾ കഴുകണമേ, അങ്ങ് ശുദ്ധീകരിക്കണമേ. അടുത്ത് ഞങ്ങൾ കർത്താവെ അവരുമായി ബന്ധപ്പെടുമ്പോൾ പലവിധമായ രോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നറിയുവാനും കർത്താവെ, അങ്ങ് അവരുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം നൽകി എന്നുള്ള ഒരു സാക്ഷ്യത്തോടു കൂടെ കർത്താവെ ഒരു നാളുകൾ അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരുവാനും പ്രിയ മക്കളെ അങ്ങ് ഒരുക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം തന്നെ കർത്താവെ, ഞങ്ങൾ പ്രിയ അച്ഛനെയും ഞങ്ങൾ ഈ സമയം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ കുടുംബത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിലൂടെ ഞങ്ങളുടെ മധ്യയായിരുന്ന പ്രിയ മോഹൻ സാറിന് വേണ്ടിയിട്ട് കർത്താവെ, സാറിനോട് കൂടെ കടന്നു വന്ന കർത്താവെ, പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അവരെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പിരിയുന്നു. അങ്ങ് പിരിയാ ബന്ധുവായി അങ്ങ് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവെ, അടുത്ത് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് വരെയും അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് ഞങ്ങളെ അങ്ങ് കാവൽ ചെയ്യണമേ. ഏതൊരു വിധമായ രോഗങ്ങളോ ഭാരങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാതെ വണ്ണം അവിടുത്തെ ചിറകിന്റെ മറവിൽ അങ്ങ് കാത്തു പരിപാലിക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അങ്ങ് ചെയ്യുന്നതിനോട് സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേക്കായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഏവരോടും കാലാവസ്ഥാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.